Hi guys, welcome back to our channel. So, in this video, കുറേ നാളായി ഞാൻ ഫേഷ്യൽ ചെയ്തിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഫേഷ്യൽ ചെയ്യാമെന്നുള്ളത്. ഇന്ന് ഞാൻ ക്ലാസ്സിൽ പോയില്ല. എനിക്ക് ആക്ച്വലി ഇന്നലെ ക്ലാസ് ഉണ്ടായിരുന്നില്ല. ഇന്നലെ അപ്പോൾ കുറച്ചധികം പണികളൊക്കെ എടുത്തപ്പോഴേക്കും ഒരു ചെറുതായിട്ടൊരു ബോഡി പെയിൻ. അപ്പം ഇന്ന് ക്ലാസ് ചെന്നിട്ട് വീണ്ടും തയ്ക്കാനായിട്ടിരിക്കുമ്പോൾ എനിക്ക് നടുവേദന കൂടും. എനിക്ക് കോവിഡ് വന്നതിന് ശേഷം ഭയങ്കര ബാക്ക് പെയിൻ ആണ്. ഒരു രക്ഷയില്ല. എന്ത് പണിയെടുത്താലും ഫസ്റ്റ് എനിക്ക് എഫക്റ്റ് ചെയ്യുന്നത് ബാക്കിലാണ്. ബാക്ക് പെയിൻ ആണ് എനിക്ക് ഭയങ്കരമായിട്ട് കൂടുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് മിക്കവർക്കും ഉള്ളൊരു ഇഷ്യൂ ആണ്. ഞാൻ മിക്കവരായിട്ട് സംസാരിച്ചപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു സൈഡ് എഫക്റ്റ് ആണ് ഈ ഒരു ബാക്ക് പെയിൻ കോവിഡിന് ശേഷം. അപ്പം ഇന്ന് ഞാൻ ക്ലാസ്സിൽ പോയില്ല. പകരം എനിക്ക് വീട്ടിൽ തന്നെ സ്റ്റിച്ച് ചെയ്യാനുള്ളതൊക്കെ സ്റ്റിച്ച് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എന്തായാലും മുഖമൊക്കെ നിറച്ചും ടാനും എന്ന് വെച്ചാൽ എല്ലാ ദിവസവും രാവിലെ ക്ലാസ്സിൽ പോയി ഉച്ചയ്ക്കാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ നല്ല രീതിയിൽ വെയിലൊക്കെ കൊള്ളുന്നുണ്ട്. അപ്പോൾ നല്ല കരിവാളിപ്പുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് ഫേഷ്യൽ ചെയ്യാം എന്ന് വിചാരിച്ച് ഇരുന്നപ്പോഴാണ് എന്നാൽ പിന്നെ നിങ്ങൾക്ക് കൂടെ ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. അപ്പം ഞാൻ ഓൾറെഡി എനിക്ക് ഓരോന്നും മിക്സ് ചെയ്ത് ഉണ്ടാക്കാനൊക്കെ ഭയങ്കര മടി. കാരണം ആ ഒരു എന്താ പറയുക ഒന്ന് ബോഡി പെയിനൊക്കെ ആയതുകൊണ്ട് ഒന്നിനും ഒരു ഉഷാറില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു കിറ്റ് മേടിച്ചിട്ട് ചെയ്യാമെന്നുള്ളത്. അപ്പം അങ്ങനെ ഞാൻ ഒരു കിറ്റ് മേടിച്ചിട്ടുണ്ട്, ഫേഷ്യൽ കിറ്റ്. ഈ നേച്ചർ എസൻസ് നിങ്ങൾ ഓൾറെഡി ഇതിനെപ്പറ്റി കേട്ടിട്ടുണ്ടാവും. ഈ ബ്രാൻഡ് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു ബ്രാൻഡ് തന്നെയാണ് നേച്ചർ എസൻസിൻ്റെ. ഇവർക്ക് ഒരു ഫൈവ് ടൈപ്സ് എന്തുകൊണ്ട് നമ്മുടെ ഫേഷ്യൽ കിറ്റ്, ഗോൾഡ്, ഡയമണ്ട്, പിന്നെ അതുപോലെ തന്നെ പേൾ, പിന്നെന്തായിരുന്നു പപ്പായയുടെ ഉണ്ട്, ഫ്രൂട്ട് ഫേഷ്യൽ ഉണ്ട്, അങ്ങനെ കുറേ വെറൈറ്റീസ് ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഗോൾഡ് യൂസ് ചെയ്യാമെന്നുള്ളത്. പൊതുവെ നമ്മൾ പുറത്ത് പോയിട്ട് ഫേഷ്യൽ ചെയ്യാനായിട്ട് എന്തായാലും കുറച്ചധികം പൈസ കൊടുക്കണം. എന്തായാലും ഒരു ഗോൾഡ് ഫേഷ്യലിന് എന്തൊക്കെ പോയാലും ഒരു 1000-1500 ആ റേറ്റൊക്കെ ആവും. അപ്പം ഞാൻ വിചാരിച്ചു പിന്നെ അതുപോലെ തന്നെ പാർലറിൽ പോയി ഇരുന്ന് ചെയ്യാൻ എനിക്ക് മടിയാവണം. കാരണം ഇവിടെ നിന്ന് വണ്ടി ഓടിച്ച് അവിടെ വരെ ചെല്ലണ്ടേ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ വീട്ടിൽ തന്നെ ചെയ്യാമെന്നുള്ളത്. അങ്ങനെ മേടിച്ചൊരു കിറ്റാണ്. ആക്ച്വലി ഇതിൽ ഓൾറെഡി എല്ലാം ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇത് മേടിച്ച് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പം ഇതിലാണെങ്കിൽ ഫ്രീ ആയിട്ടൊരു ഡീറ്റാൻ തെറാപ്പി, ഒരു പീൽ ഓഫ് മാസ്കും കൂടെ ഉണ്ട്. അപ്പം ആദ്യം നമുക്ക് അത് ചെയ്യാം. അപ്പോൾ ഇവര് അത് മെയിനായിട്ട് പറയുന്നത് പ്രീ ഫേഷ്യൽ പ്രിപ്പറേഷൻ എന്നാണ് പറയുന്നത്. അതൊരു 15 മിനിറ്റ്സ് പീൽ ഓഫ് മാസ്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ബാക്കിയുള്ള എന്താ പറയുക പ്രൊസീജിയേഴ്സ് ചെയ്യാനാണ് പറയുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു അതാകുമ്പോൾ എനിക്ക് മെയിനായിട്ട് ആവശ്യം എൻ്റെ ആ ഒരു ടാനൊക്കെ ഒന്ന് കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഓൾറെഡി ഇതിലത് ഫ്രീ ആയിട്ട് കിട്ടിയപ്പോഴേക്കും ഞാൻ ഇത് മേടിച്ചു കേട്ടോ. ഇതിൽ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ചാലും മേടിക്കാം കേട്ടോ. എല്ലാത്തിൻ്റെ ഒപ്പം ഈ ഒരു ഡീറ്റാൻ തെറാപ്പി അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ MRP വരുന്ന 260 റുപ്പീസാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു അത് അഫോർഡബിൾ ആണ്. കാരണം വെച്ചാൽ നമ്മൾ പുറത്ത് പോയി ചെയ്യണേക്കാട്ടും നല്ലത് നമ്മൾ വീട്ടിൽ ആ കറക്റ്റ് ഡ്യൂറേഷൻ, കറക്റ്റ് ഇൻസ്ട്രക്ഷൻസ് എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്താൽ മതിയല്ലോ. എന്തായാലും ഒരു 500-600 റുപ്പീസ് നമുക്ക് ലാഭിക്കാം. അപ്പോൾ പിന്നെ വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മെയിൻലി ഈ ഒരു കിറ്റ് മേടിച്ചത്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഇതിൽ ഓരോ ഇൻഗ്രീഡിയൻസ് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ പ്രോ ടിപ്പൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഡീറ്റാൻ തെറാപ്പി വൈപ്പ് ഓഫ് മാസ്ക് ആണ്. അത് 15 മിനിറ്റ്സ് ആണ് വെക്കേണ്ടത്. അത് മെയിൻലി എല്ലാ ടൈപ്സ് ഓഫ് ടാൻ പിന്നെ നമ്മളുടെ ഫെയർനെസ്സും ഗ്ലോയൊക്കെ തിരിച്ചു കൊണ്ടുവരും എന്നാണ് പറയുന്നത്. ഇത് ഒരു 3 പ്രാവശ്യം നമുക്ക് യൂസ് ചെയ്യാം ഈ ഒരു കിറ്റ് കേട്ടോ. അത് തന്നെ ഭയങ്കര നല്ലതല്ലേ. ചില കിറ്റുകളൊക്കെ 1 ടൈം യൂസ് ആണ്, പക്ഷെ ഇത് നമുക്ക് 3 ടൈംസ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് 2 വീക്സ് കൂടുമ്പോഴേക്കും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും എന്നാണ് പറയുന്നത്. അപ്പോൾ 3 ടൈംസ് യൂസ് ചെയ്യാമല്ലോ. അപ്പം ഞാൻ വെച്ചു ഇന്ന് ചെയ്യാം, പിന്നെ അടുത്ത് 2 ആഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും 1 പ്രാവശ്യം കൂടി ചെയ്യാം. അങ്ങനെ ചെയ്ത് എൻ്റെ ആ ഒരു ടാനൊക്കെ മാറ്റിയെടുക്കാം എന്നുള്ള വിചാരത്തിലാണ് ഞാനിതിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ ഞാനിത് ഓപ്പൺ ചെയ്ത് നോക്കി എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഓപ്പൺ ചെയ്തപ്പോൾ ഇങ്ങനത്തെ ട്യൂബാണ് വെച്ചേക്കുന്നത്. അത് തന്നെ ഭയങ്കര സുഖം കേട്ടോ, അപ്ലൈ ചെയ്യാനും സുഖമാണ്. ചിലതൊക്കെ മറ്റേ സാഷെ പാക്കറ്റ്സിലായിരിക്കും. അതാണെങ്കിൽ ഒരു പാത്രത്തിലെടുത്ത് മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യാൻ എനിക്ക് എന്താണെന്നറിയില്ല, ഇന്ന് ഭയങ്കര മടി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ എന്താ പറയുക പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഫേഷ്യൽ കിറ്റ് മേടിച്ചത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫേഷ്യലിൻ്റെ പ്രിപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ഡീറ്റാൻ ചെയ്യാം. ഇത് 15 മിനിറ്റ്സ് ആണ് വെക്കേണ്ടത്. അപ്പം ഞാൻ ഇത് അപ്ലൈ ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ അപ്ലൈ ചെയ്ത് ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിവിടെ ഏട്ടൻ്റെ ടീഷർട്ടായിട്ട് എടുത്തിട്ടേക്കുന്നത്. ഭയങ്കര ചൂട്, ഒരു രക്ഷയില്ല. അപ്പം ഞാനിപ്പോൾ കൂടുതലും ഏട്ടൻ്റെ ടീഷർട്ട്സാണ് യൂസ് ചെയ്യുന്നത്. നല്ല അത്യാവശ്യം വലുതാണ്. അപ്പോൾ നല്ല സുഖമായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇന്നിപ്പോൾ ഫേഷ്യൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വൈറ്റ് നെക്ക് എടുത്തിട്ടത്. അതാകുമ്പോൾ കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്താലും കുഴപ്പമില്ലല്ലോ.
ഞാനിപ്പോൾ ആകെ വേർതിരിക്കുകയാണ്. അപ്പം ഞാനൊരു ടർക്കി വെച്ചിട്ട് ആദ്യം ഈ വേർപ്പൊക്കെ ഒന്ന് ഒപ്പിയെടുക്കട്ടെ കേട്ടോ. ഫസ്റ്റ് തന്നെ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം കേട്ടോ. ഡീറ്റാൻ്റെ പീൽ ഓഫ് മാസ്ക് വൈറ്റ് കളറാണ് കേട്ടോ. ഞാൻ വിചാരിച്ചു ഒരു ഗോൾഡിൻ്റെ ആ ഒരു കളറായിരിക്കും എന്നുള്ളത്. പൊതുവെ ഗോൾഡ് ഫേഷ്യലിനൊക്കെ അങ്ങനത്തെ ഒരു ഷെയ്ഡാണല്ലോ കാണാറ്. ഞാൻ അപ്ലൈ ചെയ്യട്ടെ. അപ്പോൾ ഞാൻ ഫേസിൽ കംപ്ലീറ്റ് അപ്ലൈ ചെയ്തിട്ടോ. ഇനിയും ഉണ്ട് കേട്ടോ, നമുക്ക് 2 തവണ യൂസ് ചെയ്യാനുള്ളതുണ്ട്. അപ്പം ഞാൻ എന്തായാലും ഇതൊരു 15 മിനിറ്റ്സ് ഇരുന്നിട്ട് ഞാൻ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് വരാം കേട്ടോ. അപ്പം കറക്റ്റ് 15 മിനിറ്റ്സ് കഴിഞ്ഞു കേട്ടോ. അപ്പം ഞാൻ എന്തായാലും ഇതിപ്പോൾ അത്യാവശ്യം ഒന്ന് ചെറുതായിട്ടൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ ഒരു വെറ്റ് വൈപ്സ് വെച്ചിട്ട് ഫുള്ളൊന്ന് ക്ലീൻ ചെയ്യട്ടെ കേട്ടോ. ഇവിടെ ഒരു മിറർ എടുത്തിട്ടുണ്ട്. അപ്പം മിറർ വെച്ചിട്ട് ക്ലീൻ ചെയ്യാം. അപ്പം എനിക്ക് കാണാൻ പറ്റുമല്ലോ. മറ്റേത് കാണൽ കുറച്ച് പാടാണ്. ഞാൻ അടുത്ത് വന്ന് നിൽക്കേണ്ടി വരും. ആക്ച്വലി ഇത് അപ്ലൈ ചെയ്തപ്പോൾ തന്നെ നല്ലൊരു എഫക്റ്റ് ഉണ്ട് കേട്ടോ. കുറച്ച് വ്യത്യാസം തോന്നുന്നുണ്ട്. ഇനി കംപ്ലീറ്റ് ഫേഷ്യൽ ചെയ്ത് കഴിയുമ്പോൾ അറിയാം കേട്ടോ. ഫേസിൽ കംപ്ലീറ്റ് ഞാൻ ഈ ഒരു വെറ്റ് വൈപ്സ് വെച്ചിട്ട് സ്വൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം കേട്ടോ. അപ്പം നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് ക്ലെൻസിങ് സ്ക്രബാണ്. അപ്പം നമുക്ക് സ്ക്രബ് ചെയ്യാം കേട്ടോ. ഫേസ് എക്സ്ഫോളിയേറ്റ് ചെയ്യാം. നല്ല സ്മെല്ലാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടപ്പെട്ടു സ്മെല്ല്. കണ്ടോ, ഈ ഒരു അത്യാവശ്യം ഒരു ലൈറ്റ് ഗോൾഡ് ഷെയ്ഡാണ് കേട്ടോ. അപ്പം ഫേസ് ഞാൻ ഒന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്യട്ടെ. അധികം എന്താ പറയുക ഹാർഡായിട്ട് നമ്മൾ സ്ക്രബ് ചെയ്യരുത് കേട്ടോ. ഭയങ്കര ലൈറ്റായിട്ട് സ്ക്രബ് ചെയ്താൽ മതി. അപ്പം നമ്മളുടെ പോസിൻ്റെ അകത്തുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പോരും കേട്ടോ. ഇത് ആക്ച്വലി എത്ര മിനിറ്റ് പറഞ്ഞേക്കണേ നോക്കട്ടെ. 3 മിനിറ്റ്സാണ് പറഞ്ഞേക്കാം. അപ്പം 3 മിനിറ്റ്സ് നല്ല രീതിയിൽ മസാജ് ചെയ്യാനാട്ടോ പറയണത്. അപ്പോൾ 3 മിനിറ്റ്സ് ഞാൻ നല്ല രീതിയിൽ എക്സ്ഫോളിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കഴുകിയിട്ട് വരാം കേട്ടോ. അപ്പം ഞാൻ ഇത് എക്സ്ഫോളിയേറ്റ് ചെയ്ത് മൊത്തം ഞാൻ കഴുകിട്ടോ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് മസാജ് ക്രീം അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. അത് 15 മിനിറ്റ്സ് ആണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് സെക്കൻഡ് ആയിട്ടുള്ള മസാജ് ക്രീം എടുക്കാം കേട്ടോ. അപ്പോൾ ഫേസിൽ കംപ്ലീറ്റ് അപ്ലൈ ചെയ്തിട്ട് മസാജ് ചെയ്യാം. അപ്പോൾ ഒരു 15 മിനിറ്റ്സ് കണ്ടിന്യൂസ് നിങ്ങളൊന്ന് നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളയുക. അപ്പം ഞാനൊന്ന് നല്ല രീതിയിലൊന്ന് മസാജ് ചെയ്തിട്ട് എനിക്ക് ഈ മിററും പിടിച്ചുകൊണ്ട് എനിക്ക് മസാജ് ചെയ്യൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ എന്തായാലും മസാജ് ചെയ്ത് കഴിഞ്ഞിട്ട് 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് വരാം കേട്ടോ. അപ്പോൾ 15 മിനിറ്റ്സ് ഞാൻ നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുത്തു കേട്ടോ. ആക്ച്വലി നല്ലൊരു എന്താ പറയുക, നമുക്ക് എപ്പോഴും നമ്മളുടെ ഫേസ് നല്ല രീതിയിൽ മസാജ് ചെയ്യുമ്പോഴാണ് നല്ല ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ ഉണ്ടാകുന്നത്. അതുപോലെ നല്ല ഗ്ലോ ഒക്കെ വരാനായിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ നമ്മൾ വല്ലപ്പോഴും ആണല്ലോ ഇങ്ങനെ മസാജ് ചെയ്യുള്ളൂ. അപ്പം ഞാൻ നല്ല രീതിയിൽ 15 മിനിറ്റ്സ് നല്ല രീതിയിൽ മസാജ് ചെയ്ത് കഴിഞ്ഞു.
അപ്പോൾ നമുക്ക് ഞാൻ ഒരു വെറ്റ് വൈപ്സ് വെച്ചിട്ട് നമുക്ക് തുടച്ചെടുക്കാം. അപ്പോൾ ഞാൻ അങ്ങനെ നമ്മളുടെ മസാജ് ക്രീം കംപ്ലീറ്റ്ലി ഞാൻ നമ്മളുടെ വെറ്റ് വൈപ്സ് വെച്ചിട്ട് തുടച്ചു കളഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഗ്ലോയി ഗോൾഡ് ജെല്ലാണ് അപ്ലൈ ചെയ്യേണ്ടത്. 2 മിനിറ്റ് ആട്ടോ അപ്ലൈ ചെയ്യേണ്ടത്. അതൊരു ലൈറ്റ് ജെൽ ദാറ്റ് ലീവ്സ് യുവർ സ്കിൻ ഡൂയി ഫ്രഷ് വിത്ത് സോഫ്റ്റ് ആൻഡ് ഷൈൻ ഓഫ് ഗോൾഡ് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് ഇതാണ് ജെല്ലാണ്. അപ്പോൾ നമുക്ക് ജെല്ലൊന്ന് 2 മിനിറ്റ്സ് അപ്ലൈ ചെയ്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ആക്ച്വലി ഇത്രയും ചെയ്തിട്ട് തന്നെ എനിക്ക് നല്ലൊരു എന്താ പറയുക, നല്ലൊരു ഗ്ലോയി ഫിനിഷ് കിട്ടുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ചിലപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയില്ല, പക്ഷെ എനിക്ക് അപ്ലൈ ചെയ്തിട്ട് നല്ല റിസൾട്ട് തന്നെ ഇപ്പം തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ആക്ച്വലി നിങ്ങളുടെ കൂട്ടത്തിൽ ചെയ്ത് കാണിക്കുന്നത് വെച്ചാൽ അല്ലെങ്കിൽ ഞാൻ മടി പിടിക്കും. ഇതാകുമ്പോൾ കറക്റ്റായിട്ട് ഞാൻ കറക്റ്റ് ടൈം വെച്ച് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെയും കൂടെ കൂട്ടുപിടിച്ചേക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ജെൽ അപ്ലൈ ചെയ്യാം. ഇത് നല്ല ഗോൾഡ് കളർ, ചെറുതായിട്ടൊരു ഗോൾഡ് ഗ്ലിറ്ററിങ് ഒക്കെ വരുന്ന ഒരു ജെല്ലാണ് കേട്ടോ. എന്തായാലും ഞാൻ ഇപ്പുറത്തെ ഫിംഗറിൽ ഇട്ടാൽ മതിയായിരുന്നു. ഓക്കെ, ഞാൻ കംപ്ലീറ്റ് ഒന്ന് അപ്ലൈ ചെയ്യട്ടെ ജെല്ല്. ഈ ജെല്ലിലെ ഒരു ഗ്ലിറ്ററി എഫക്റ്റ് ഉണ്ട് കേട്ടോ. ശരിക്കും നമ്മുടെ ഫേസിൽ അത് മനസ്സിലാവുന്നുണ്ട്. ആ ഒരു ഗോൾഡ് കളർ എന്താ പറയുക, ഒരു ഷൈനിങ് കിട്ടുന്നുണ്ട്. കുറച്ചെടുത്താൽ മതി, നല്ല രീതിയിൽ എന്താ പറയുക ഫേസിൽ കംപ്ലീറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇത് ഫേസ് അടുത്ത് കാണിച്ചിട്ട് ചെറിയൊരു ഗ്ലിറ്ററിങ് എഫക്റ്റ് ഉണ്ടോ? അപ്പോൾ ജെല്ല് ഞാൻ അപ്ലൈ ചെയ്തു. ശരിക്കും ഇത് നമ്മളുടെ സ്കിന്നിലേക്ക് നല്ല രീതിയിൽ അബ്സോർബ് ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് 4th സ്റ്റെപ്പ് ആയിട്ടുള്ള പാക്ക് അപ്ലൈ ചെയ്യാം. എവിടെ പോളിഷ് ഗ്ലോയിങ് ഗോൾഡ് പാക്ക് എന്നാണ് കേട്ടോ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതിൽ ഓരോന്നിനും ഒരു പേര് കേട്ടോ. ആക്ച്വലി ഫസ്റ്റ് വൺ വന്നിട്ട് ഡീപ് ടാൻ തെറാപ്പി, അതായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യുക, കണ്ടീഷൻ ചെയ്യുക, ഹൈഡ്രേറ്റ് ചെയ്യുക, പോളിഷ് ചെയ്യുക. അപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പ് പോളിഷ് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് ഇതിലൊരു പ്രോ ടിപ്പ് പറഞ്ഞേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നല്ല രീതിയിൽ നമ്മളുടെ ഫേസ് ഗ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഫേസ് പാക്ക് നല്ല രീതിയിൽ മസാജ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാന്ന്. പൊതുവെ നമ്മൾ ഫേസ് പാക്ക് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ടിട്ട് ഒരു 10 മിനിറ്റ് നമ്മൾ ലീവ് ചെയ്യുക ചെയ്യാറ്. പക്ഷെ നല്ലൊരു എഫക്റ്റ് കിട്ടണമെങ്കിൽ ഈ ഒരു ഫേസ് പാക്ക് നല്ല രീതിയിൽ മസാജ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും റിസൾട്ട് നല്ലത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അത് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് പാക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഞാൻ ഈ ഫേസിൽ ഡയറക്റ്റ് ആയിട്ട് ഇടുവാണേ. ഇപ്പം എൻ്റെ ഫേസ് പാക്ക് കംപ്ലീറ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് നോക്കാം എന്തെങ്കിലും കുറച്ചും കൂടെ നല്ല റിസൾട്ട് കിട്ടുമെന്ന്. അപ്പം ഞാൻ എൻ്റെ ഫേസ് കംപ്ലീറ്റ് മസാജ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആക്ച്വലി ഒരു 10 മിനിറ്റ് ആണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഓൾറെഡി ഒരു 2-3 മിനിറ്റ്സ് ഞാൻ നല്ല രീതിയിൽ മസാജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റ് 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്യാം. വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ വിചാരിച്ചു റിമൂവ് ചെയ്യാം. ഞാൻ വെറ്റ് വൈപ്സ് വെച്ചിട്ടാട്ടോ റിമൂവ് ചെയ്യുന്നത്. അപ്പം ഞാൻ കംപ്ലീറ്റ് ഫേസിലുള്ള വെറ്റ് വൈപ്സ് വെച്ചിട്ട് റിമൂവ് ചെയ്തു. ഒന്ന് ഞാൻ വാഷ് ചെയ്തിട്ട് തരാം കേട്ടോ. അപ്പം
അങ്ങനെ ഞാൻ ഈ കംപ്ലീറ്റ് ഫേഷ്യൽ ഫിനിഷ് ചെയ്തു. ഇപ്പോഴും എനിക്കൊരു സമാധാനമായത്. കാരണം വെച്ചാൽ മിററിലേക്ക് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം നേരത്തെ ഇങ്ങനെ ഭയങ്കര ഡള്ളായിട്ടുള്ള ഫേസ് പെട്ടെന്ന് ഒരു ഭംഗി എനിക്ക് ഫീൽ ചെയ്തു. നിങ്ങൾക്കത് ഫീൽ ചെയ്തു എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഈ ഒരു ഫേഷ്യൽ കിറ്റ് എന്തായാലും സൂപ്പറാട്ടോ. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഫേഷ്യലൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കിറ്റ് ഉണ്ടെങ്കിൽ 3 ടൈംസ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു കിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ തന്നെ ഫേഷ്യൽ ചെയ്യാം. കൂടിപ്പോയ എത്ര മിനിറ്റ് വേണം? ഒരു 15-30 ഒരു 45 മിനിറ്റ്സിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഫേഷ്യൽ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഡീറ്റാൻ്റെ ഫ്രീ ആയിട്ട് ഡീറ്റാൻ തെറാപ്പി മാസ്ക് ഉണ്ട്. അതുപോലെ എനിക്ക് വേറൊരു കാര്യം എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ നമ്മളുടെ ഇതിൻ്റെ MRP 260 റുപ്പീസാണ്. നമ്മൾ പുറത്ത് പോയിട്ട് ഫേഷ്യൽ ചെയ്യാൻ ഒരു മിനിമം ഒരു 1000 റുപ്പീസ് എങ്കിലും വേണം. ഗോൾഡ് ഫേഷ്യൽ കേട്ടോ, സാധാ ഫേഷ്യലല്ല, ഗോൾഡ് ഫേഷ്യൽ ചെയ്യാനായിട്ട്. ഇനി വേറെ സ്ഥലത്തൊക്കെ റേറ്റ് കുറവാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞങ്ങളുടെ ഇവിടെ എന്തായാലും ഒരു 1000-1500 ആ റേറ്റ് ഒക്കെ വരും എന്തായാലും ഗോൾഡ് ഡയമണ്ട് ഫേഷ്യലൊക്കെ ചെയ്യാനായിട്ട്. അപ്പം 3 പ്രാവശ്യം നിങ്ങൾ ചെയ്യുമ്പോഴേക്കും എത്ര രൂപ മുടക്കണം? 260 റുപ്പീസിൽ നിങ്ങൾക്ക് 3 പ്രാവശ്യം ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ എന്തായാലും ഇനിയിപ്പം ഇതെനിക്ക് ഇനി 2 തവണ കൂടി യൂസ് ചെയ്യണം. ഇനി പൊതുവെ ഞാൻ പാർലറിൽ പോയി അങ്ങനെ ഫേഷ്യൽ ചെയ്യാറില്ല. എന്തെങ്കിലും ഒരു ഫങ്ഷൻസ് വരുമ്പോൾ മാത്രമേ ചെയ്യാറുള്ളൂ കേട്ടോ. പക്ഷേ എപ്പോഴും പറയാറുണ്ട് ഇടയ്ക്ക് ഫേഷ്യൽ ചെയ്യണം. ഇടയ്ക്കെന്ന് പറഞ്ഞാൽ ഒരു മന്ത്ലി വൺസ് എങ്കിലും നമ്മൾ ഫേഷ്യൽ ചെയ്യണം, അല്ലെങ്കിൽ ഡീറ്റാൻ ചെയ്യണം എന്നൊക്കെ പറയാറുണ്ട്. അപ്പം ഞാൻ നമ്മളുടെ പൊടിക്കൈകളൊക്കെ യൂസ് ചെയ്തിട്ടാണ് പൊതുവേ ചെയ്യാറ്. എന്തായാലും ഇതെന്തായാലും ഭയങ്കര യൂസ്ഫുൾ ആയി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ കംപ്ലീറ്റ് ആ ഒരു ഫേസ് പാക്ക് ഇട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടിരിക്കുകയാണ്. ഇനി നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് യൂസ് ചെയ്യേണ്ട സാധനം എന്ന് പറഞ്ഞാൽ മോയ്സ്ചറൈസറാണ്. അപ്പം ഞാൻ മോയ്സ്ചറൈസർ എടുക്കട്ടെ കേട്ടോ. നിങ്ങൾ ഏത് മോയ്സ്ചറൈസർ ആണോ യൂസ് ചെയ്യുന്നത് ആ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാൻ ഞാനിവിടെ പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. അപ്പം അതൊന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ടേക്കുക. കാരണം വെച്ചാൽ നമ്മുടെ ഫേസ് കുറച്ചും കൂടെ ഒന്ന് ഡ്രൈ ആവുമല്ലോ. ഈ എല്ലാ പാക്കും എല്ലാം യൂസ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ഫേസ് ഒന്ന് വലിയാൻ തുടങ്ങും. അപ്പം അതൊന്ന് എന്താ പറയുക, ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. പിന്നെ ലിപ്പ് ബാമും കൂടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കംപ്ലീറ്റ് ആ ഒരു ഫേഷ്യലിൻ്റെ പ്രൊസീജിയർ തീർന്നിരിക്കുകയാണ്. വേർത്ത് കുളിക്കുക കേട്ടോ ഞാൻ. ഭയങ്കര സ്മൂത്തായി. അപ്പോൾ ഇത്രേ ഉള്ളൂ. എല്ലാവരും വീട്ടിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കുക, ഫേഷ്യൽ ചെയ്യുക. അപ്പം എല്ലാവർക്കും ഇതേപോലെ അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ടിൽ ദെൻ അനുപ സൈനിങ് ഓഫ്. ബൈ.